വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറേ തക്കാളി കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കുറേയേറെ തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നാൽ കേടായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ അച്ചാറായിട്ടിട്ട് വെച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കറിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെറുതായിട്ട് വെള്ളമയം ഇല്ലാതെ എടുക്കണേ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എനിക്കിങ്ങനെ കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം കൈ കൊണ്ട് കട്ട് ചെയ്യുന്നത്, കയ്യിൽ വെച്ച് മുറിച്ചെടുക്കുന്നതാണ്. തക്കാളി ആകുമ്പം ഇത്തിരി കൂടെ കുഴപ്പമില്ല. അപ്പം നമുക്ക് ബാക്കി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പം ഞാനിത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ബാക്കി ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് നോക്കാം. ഇപ്പം ഇത്രയും നമുക്ക് അച്ചാറിടാൻ നോക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് തക്കാളി ഒന്ന് ചൂടാക്കി എടുക്കാം. തക്കാളി നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെ കൂടെ നമുക്ക് ഒരു കുറച്ച് പുളിയും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നല്ലോണം കുഴഞ്ഞ് വരുന്ന പരുവം വരെ നമുക്കൊന്ന് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത്തിരി കൂടെ ഒന്ന് പേസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇടാനുള്ള മസാല തയ്യാറാക്കാനുള്ള പൊടി ഉണ്ടാക്കാം. അതിന് 2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് ഉലുവ കുറച്ചിട്ടാൽ മതിയായിരിക്കും, ചിലപ്പോൾ കഴിക്കുവാണെങ്കിൽ അറിയത്തില്ല. പിന്നെ കുറച്ച് ജീരകം, 1 ടീസ്പൂണിന് ജീരകം കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ച് ചേർക്കണം. തക്കാളി കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കല് തന്നെ, അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത് ആയിക്കോളും. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊന്നുകൂടെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടികൾ വറുത്തെടുക്കാം. ജീരകം, കടുക്, ഉലുവ.
തക്കാളി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. തക്കാളി ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീരകവും കടുകും ഉലുവയും കറിവേപ്പിലയും കൂടെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെയൊക്കെ. പൊട്ടിത്തുടങ്ങിയായിരുന്നു കടുകൊക്കെ. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ചൂടാറുമ്പോഴത്തേക്ക് നമുക്കത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് തക്കാളി ഇതാണ്ട് ആയിട്ടുണ്ട്. എല്ലാം നല്ല ലൂസായി. പുളിയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലൂടെ മാറ്റി വെക്കാം. നമുക്ക് ഈ തക്കാളിയെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂടാറിയില്ല, കുറച്ചുകൂടെ ആറാനുണ്ട്. വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് അരച്ചെടുക്കാവുന്ന. അപ്പോൾ അതായത് നമ്മുടെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് ചൂടാക്കാം. കടുക് വറുത്തിടാം. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടാം. രണ്ട് മുളകിടാം. കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാൻ കുറച്ച് എടുത്തിട്ടില്ല. കുറച്ച് പരിപ്പ്, ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, തക്കാളിയുടെ പേസ്റ്റ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി ആ എണ്ണ എല്ലാവരും ഒന്ന് പറ്റിക്കത്തൊക്കെ ഒന്ന് ആക്കിയെടുക്കണം.
നല്ലോണം തിളപ്പിച്ച് പറ്റിക്കണം. ഇത്തിരി കൂടെ ഒന്ന് പറ്റിയിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ പൊടിച്ച് വെച്ച മസാലയും കൂടെ ഇട്ടേക്കാം. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, കായ ഇട്ടില്ലല്ലോ, കായപ്പൊടിയില്ല. കായപ്പൊടി ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഇടാം ഈ സ്റ്റേജിൽ. അതല്ല എൻ്റെ അടുത്ത് കട്ട കായോ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിനി വറക്കുമ്പോൾ തന്നെ ഇട്ട് അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടാൽ മതി. എനിക്ക് എത്ര മുളക് പൊടി ആവശ്യം വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. ഇപ്പം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതിന് കുറവുണ്ട്. ഇപ്പം ഈ തക്കാളി അച്ചാറിന് ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ ജീരകത്തിൻ്റെയും കടുവിൻ്റെയും അതിൻ്റെയൊക്കെ ഫ്ലേവറാണ് മുന്നേ നിൽക്കുന്നത്. ഇത്രയും കൂടെ നമുക്ക് പറ്റിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കാം. വേണ്ട എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇന്നോട് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ നല്ലോണം വഴണ്ടില്ലെങ്കിൽ അത് കേടായി പോയിരുന്നു. എന്തായാലും യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇത്തിരിടായിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് ടിന്നിനകത്തിട്ട് വെക്കാം, കുപ്പിയിലിട്ട് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം, കുപ്പിയിലാക്കി വെക്കാം. ഞാൻ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചപ്പോഴത്തേക്കാണ് അങ്കിത്ത് വന്നത്. അങ്കിത്തിന് ടേസ്റ്റ് ചെയ്താൽ കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇനി ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ ഇനി ഇത് മതി. അടങ്ങി അങ്ങനെ ആക്കാതിട്ടെ, ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 2:20. ചോറ് കഴിക്കണം ഇനി. ഞാനും കഴിച്ചില്ല. നമ്മുടെ അച്ചാറൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല വൃത്തിയുള്ള ഭരണിയിലായിട്ട് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരാഴ്ച 1 മാസത്തോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം തക്കാളി ഏറെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.
പിന്നെ തക്കാളി അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുകയും ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.